നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഓരോ ദിവസവും ജന്മനക്ഷത്രം വരുമ്പോഴുള്ള ഫലങ്ങളും അതിന്റെ ദോഷപരിഹാരങ്ങളും ആ ഗുണഫലങ്ങൾ ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പിറന്നാൾ ഓരോ ദിവസങ്ങളിൽ വന്നാലുള്ള ഫലം, അതിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ജന്മനക്ഷത്ര ദിവസം വരുന്നതനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീയതികളല്ല, ജന്മനക്ഷത്രങ്ങൾ വരുന്ന ആഴ്ച ദിവസങ്ങൾ, അതായത് ഞായർ, തിങ്കൾ തുടങ്ങിയ ആഴ്ച ദിവസങ്ങൾ, ഞായർ, ചൊവ്വ, ശനി എന്നീ പാപവാരങ്ങളായിട്ടുള്ള ദിവസങ്ങൾ, അതായത് പാപഗ്രഹങ്ങളുടെ ദിവസങ്ങളിൽ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അത് ദോഷഫലത്തെ നൽകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ആ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കൂടാതെ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഗുണഫലങ്ങളെ പറയുന്നുണ്ട്. ആ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പിറന്നാൾ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി അത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ, മുകളിലായി കാണുന്ന ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞായറാഴ്ച ദിവസം പിറന്നാൾ വരുന്ന ദിവസം ദൂരയാത്രയാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യന് പ്രത്യേക പൂജ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും ഒക്കെ ചെയ്യുക, വിളക്ക്, മാല, നിവേദ്യം എന്നീ വഴിപാടുകളെ നമുക്ക് നടത്താവുന്നതാണ്. കൂടാതെ ഗണപതി ഹോമം, ഗണപതി പൂജ എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. തിങ്കളാഴ്ച ജന്മദിവസം വന്നാൽ മൃഷ്ടാന്ന ഭോജനമാണ് പറയുന്നത്. മൃഷ്ടാന്ന ഭോജനം അന്നത്തിന് മുട്ടുണ്ടാകാതിരിക്കുകയും നല്ല വിശേഷ ഭക്ഷണ സാധനങ്ങളെ നമുക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ചന്ദ്രന് നവഗ്രഹ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ ചെയ്യുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക, വഴിപാട് ചെയ്യുക. കൂടാതെ അന്നപൂർണേശ്വരി ദേവിക്ക് വഴിപാട് നടത്തുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. ചൊവ്വാഴ്ച ജന്മനക്ഷത്രം വന്നാൽ മഹാവ്യാധിയാണ് പറയുന്നത്. രോഗങ്ങൾ വരാനുള്ള സാധ്യതയാണ് ചൊവ്വാഴ്ചത്തെ പിറന്നാൾ ദിനത്തിൽ വരുന്നത്. അതിന് പരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വായ്ക്ക് പ്രത്യേക വഴിപാട് നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജനം പാർക്കുക, മറ്റു വഴിപാടുകൾ നടത്തുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്കും ധന്വന്തരി മൂർത്തിക്കും ഒക്കെ വഴിപാട് നടത്താവുന്നതാണ്. ക്ഷേത്ര ദർശനം പതിവാക്കുക, മന്ത്രജപം നടത്തുക. ബുധനാഴ്ച ദിവസം പിറന്നാൾ വരുന്നതിനാൽ വിദ്യാലാഭമാണ് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് പിറന്നാൾ ദിനം ബുധനാഴ്ച ദിവസം വരുന്നത് വളരെ നല്ല വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് ഉള്ള സൂചനയായിട്ടാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അറിവ് നേടാനും ഭൗതികമായ ഉന്നത തലങ്ങളിൽ എത്താനും ഒക്കെ ബുധനാഴ്ച പിറന്നാൾ വരുമ്പോൾ സഹായകരമാകുന്നതായിട്ടാണ് കാണുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. നവഗ്രഹത്തിൽ ബുധന് പ്രത്യേക വഴിപാടുകൾ നടത്തുക. പഠിക്കുന്ന കുട്ടികൾ വിദ്യാരാജഗോപാല അർച്ചന ചെയ്യുന്നതും വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്നതും ഒക്കെ കൂടുതൽ നല്ലതാണ്. മറ്റുള്ളവർ നരസിംഹം, ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമൻ ആദ്യമായിട്ടുള്ള വിഷ്ണു അവതാരങ്ങളെ, അവതാര വിഷ്ണു രൂപത്തെ, അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഈ മന്ത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. വ്യാഴാഴ്ച ദിവസം ജന്മനക്ഷത്രം വന്നാൽ വിശേഷ വസ്ത്രലാഭമാണ് പറയുന്നത്. വിശേഷങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. ഇപ്രകാരം ഈ ഫലത്തെ ലഭിക്കാനായിട്ട് വ്യാഴത്തിന് നവഗ്രഹ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. മഹാവിഷ്ണുവിന് വിളക്ക്, മാല, നിവേദ്യം എന്നീ വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ദിവസം ജന്മനക്ഷത്രം വന്നാൽ സൗഭാഗ്യമാണ് പറയുന്നത്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സൗഭാഗ്യത്തെ ലഭിക്കാനായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് പ്രത്യേക പൂജ നടത്തുക. കൂടാതെ മഹാലക്ഷ്മിയെ ഭജിക്കുക. ദേവീക്ഷേത്രത്തിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കൊളുത്തുക.
ശനിയാഴ്ച ദിവസം പിറന്നാൾ വന്നാലുള്ള ഫലം മാതാപിതാക്കൾക്ക് അരിഷ്ടതയും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പേരിലെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ്. കൂടാതെ ശനിയാഴ്ച ദിവസം പിറന്നാൾ വരികയാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ദേവനും ശാസ്താവിനും കൂടാതെ മഹാദേവ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്താവുന്നതാണ്. മാതാപിതാക്കൾക്കായിട്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വഴിപാടുകൾ നടത്താവുന്നതാണ്. പിറന്നാൾ ദിനത്തിൽ പൊതുവെ ഭാരതീയമായിട്ടുള്ള ആചാരങ്ങൾ ചെയ്യുക, മറ്റ് ആചാരങ്ങൾ വിളക്ക് ഊതിക്കെടുത്തുക തുടങ്ങിയ ആചാരങ്ങളിലേക്ക് പോകാതിരിക്കുക. എല്ലാവരും ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം പതിവാക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, മന്ത്രജപം ശീലമാക്കുക. ഇത്രയും കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് നമുക്ക് പിറന്നാൾ ദിനത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കാം. ഇപ്രകാരം പിറന്നാൾ വരുന്നത് ഒരു വർഷത്തേക്കുള്ള ഫലത്തെയാണ് ഈ പറഞ്ഞത്. ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ദോഷഫലങ്ങളാണെങ്കിൽ അത് ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക, ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതിനാൽ തന്നെ മന്ത്രജപം ശീലമാക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.